ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫെബ്രുവരി മാസവും ഇനി അങ്ങോട്ട് ഉള്ള മാസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഈ 2025 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം 6-ാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള 2025 ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം എത്രയാണ്, എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള കുറച്ച് അറിയിപ്പുകളാണ് കേട്ടോ. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്ക് മാർച്ച് 1-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് നൽകുകയില്ല. ഇനി മുതൽ പ്രിൻ്റ് ചെയ്ത RCക്ക് പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള RC ആയിരിക്കും നൽകുക. ഡിജിറ്റൽ രൂപത്തിലുള്ള RC ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിൻറ്റിങ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾ നേരത്തെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ വാഹനങ്ങളുടെ ഹൈപ്പോത്തിഫിക്കേഷൻ ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ പോർട്ടലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പരിവാഹൻ പോർട്ടലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ 2025 മാർച്ച് 1-ാം തീയതി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഹൈപ്പോത്തിഫിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നും MVD അറിയിച്ചിട്ടുണ്ട്. ഇനി ATMുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് കേട്ടോ. സൗജന്യ ഇടപാടിനു പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് 22 രൂപയാക്കി കൂട്ടാനാണ് ഇനിയുള്ള ശുപാർശ. നിലവിൽ 21 രൂപയിൽ നിന്നും അത് 22ലേക്കാണ് ഉയർത്താൻ പോകുന്നത്. അതിനു പുറമെ മറ്റു ബാങ്കുകളുടെ ATM ഉപയോഗിക്കുമ്പോഴുള്ള എൻ്റർ ബാങ്ക് ചാർജ് 17 രൂപയിൽ നിന്നും 19 രൂപയാക്കാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ മാസവും സ്വന്തം ബാങ്കിലെ ATMുകളിൽ 5 ഇടപാടുകൾ സൗജന്യമാണ്. മറ്റു ബാങ്കുകളുടെ പ്രതിമാസ ATM ഉപയോഗം മെട്രോ നഗരത്തിൽ 3 എണ്ണവും മെട്രോ ഇതര നഗരത്തിൽ 5 എണ്ണവുമാണ് സൗജന്യം. ATM സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിന് നൽകുന്ന ചാർജാണ് നമ്മൾ ATM ഇൻ്റർചേഞ്ച് ഫീസ്. ഇത് പലപ്പോഴും ഉപഭോക്താവിൻ്റെ ബില്ലിനൊപ്പം ചേർക്കാറാണ് പതിവ്. പണമിടപാടുകൾ ATMനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അതിനാൽ തന്നെ ഇനി മുതൽ ATM സേവനങ്ങൾ ചിലവേറും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്